ഈ തുണിക്ക് അങ്ങോട്ട് ഉണങ്ങിക്കൂടെ? വെയിലത്ത് തന്നെയല്ലേ ഞാൻ ഇട്ടത്. രാവിലെ തൊട്ടേ നീ ഈ ദേഷ്യം പിടിച്ചോണ്ടിരിക്കും. എന്ത് കുഴപ്പം നിനക്ക്? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വല്ലോ നിങ്ങൾക്ക് അറിയുമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയോ? ഇന്ന് ഞായറാഴ്ച അല്ല എന്ത്? ഞായറാഴ്ച പോലും ഇന്ന് ഈ വീട്ടിൽ ഒരാളുടെ ബർത്ത്ഡേയാ. അത് നിങ്ങൾക്ക് അറിയൂ? ഓ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? ചുമ്മാ അല്ല, രാവിലെ തൊട്ട് ദേഷ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ പോയി നോക്ക്. അവിടെ ഞാൻ ഒരു പൊതി വെച്ചിട്ടുണ്ട്, നിനക്കൊരു സർപ്രൈസ്. സത്യമാണോ കേട്ടാ? കൊച്ചു കള്ളൻ, നേരത്തെ ഇതൊക്കെ പറയണ്ടേ? ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. എന്തോടെ കവറിൽ മേടിച്ചോണ്ട് വന്നേക്കുന്നത്? ഒന്നും പറയണ്ട. ബർത്ത്ഡേ ഇല്ലേടാ പെണ്ണുമ്പിള്ളയുടെ. ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞില്ലേ? എല്ലാ വർഷവും ബർത്ത്ഡേ വരുന്നില്ലേ? എല്ലാ മാസവും എല്ലാ വർഷം എല്ലാ വർഷവും വരും. വരും. അത് ഞാൻ ഇപ്പഴേ വാങ്ങി വെച്ചതാ. എന്തിനാ ഇപ്പഴേ വാങ്ങി വെക്കുന്നത്? നിനക്കൊന്നും എന്നെ ഒരു മതിപ്പില്ല എടാ. ഇങ്ങനെ നേരത്തെ വാങ്ങി വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ വേറെ ആർക്കും മേടിച്ച് വെച്ചേക്കും. പോടാ അവിടുന്ന്. പിന്നെ എടാ എല്ലാ വർഷവും ബർത്ത്ഡേ വരും. എടാ ഞാൻ ഇതങ്ങാണ് ഓർത്തോണ്ടിരിക്കുവോ? ഇല്ല, എനിക്ക് ബർത്ത്ഡേ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആണല്ലേ? അപ്പം അതാ തുറന്ന് പറയാം, അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സാധനം പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മുന്നേ കൂട്ടി ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ വാങ്ങുക, വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെക്കുക. ഇതൊക്കെ അവൾ അറിയുകയും ചെയ്യല്ലോ. നമ്മൾ ഇപ്പം ഈ ബർത്ത്ഡേ ഒക്കെ മറന്നു പോകുമല്ലോ. ഇവള് മനഃപൂർവ്വം വന്നിട്ട് നമ്മൾ പറയും ഇന്നെൻ്റെ ബർത്ത്ഡേയാ, എൻ്റെ ഗിഫ്റ്റ് ഒന്നും തന്നില്ല എന്ന് നമ്മൾ ചോദിക്കാൻ വരും. ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നത് ആണല്ലേ? ഒന്നും കൊടുക്കാനും പറ്റത്തില്ല. പറഞ്ഞുതരാം, നീ കേട്ടോ. അപ്പൊ നമ്മൾ ഈ സാധനങ്ങൾ നേരത്തെ ഇവിടെ മേടിച്ചു വെച്ചേക്കുവാന്നല്ലേ, ഗിഫ്റ്റുകളൊക്കെ. ഡേ ആലമാരി തുറന്നു നോക്കടി, നമ്മളാളാവും. നമുക്കറിയാലോ നമ്മൾ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെന്നത്. അവള് തുറന്നു നോക്കും, സർപ്രൈസ് അല്ലേ? പിന്നെ സ്നേഹ പ്രകടനളിയാ. ചുമ്മാ തന്നെ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായി? വഴക്കും അടിയും ബഹളമായിട്ട് ആകെ പ്രശ്നമാണ്. കണ്ടു പഠിക്കുക, ജീവിതമൊക്കെ കണ്ടു പഠിക്കണം. കാര്യം ചെയ്യുമ്പോ 3 മേടിച്ച് ഞാൻ അവിടെ എവിടെയെങ്കിലും വെക്കാൻ പോവാ. അറിയാതെ കൂടെ കൊച്ചിന്റെ ബർത്ത്ഡേ, അവളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ അന്നേരമായിരിക്കും ഓർക്കുന്നത്. പല വെള്ളങ്ങളിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക. ഇങ്ങനെ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല. സർപ്രൈസ് അവിടെ എടുത്ത് കൊടുക്കുക. ആളാവണോടാ അവിടെ പോയി തുറന്നു നോക്കുക, അലമാരി തുറന്നു നോക്കി പറയണം. അവിടെ തുറന്നു നോക്കുമ്പോൾ എന്തുവാ സാധനം കണ്ടും ഞെട്ടും, പിന്നെ സ്നേഹപ്രകടനമായിരിക്കും. സൂപ്പർ ഐഡിയ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പിറന്നാളാന്ന് ഓർത്ത് വെച്ചിതൊക്കെ മേടിച്ചു തന്നത്. പക്ഷെ വഴക്കൊന്നും പറയണ്ടായിരുന്നു, പാവം ചേട്ടാ. സോറി ചേട്ടാ. കിട്ടിയില്ലേ? ഗിഫ്റ്റ് കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പോയിട്ട് നോക്ക്. നീ എന്ത് വിചാരിച്ചേ? ഞാൻ ഒന്ന് മേടിച്ചെടുത്തു വിചാരിച്ചല്ലേ? ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു ചേട്ടാ. മനസ്സിലായല്ലേ? മനസ്സിലായി. കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ട്. അവൻ്റെ ബുദ്ധി അപാരം തന്നെ. അവനെ വിളിച്ചിട്ട് താങ്ക്സ് പറയാം. ഇങ്ങനെ വേണം കൂട്ടുകാരായ. അവൻ്റെ ഐഡിയ കൊണ്ട് ഞാൻ ഒരുപാട് രക്ഷപ്പെട്ടു. അവനെ വിളിച്ച് നന്ദി പറഞ്ഞില്ല. പിന്നെ അറിയാ, നമ്മൾ അന്ന് മേടിച്ച മറ്റേ ഇതില്ലേ സർപ്രൈസ്, അത് സക്സസ് ആയി കേട്ടോ. നിനക്കെന്തോ ഒരു സന്തോഷമില്ലായ്മ? എൻ്റെ പൊന്നളിയ ആകെ പെട്ടു എളിയ. ഞാൻ അന്ന് വാങ്ങിച്ച സാരിയില്ലേ എളിയ, ഞാൻ അലമാരി വെച്ച് ഭദ്രമായിട്ട് പൂട്ടി വെച്ചിരുന്ന എളിയ. ഇന്ന് കഷ്ടകാലത്തിന് ഞാനിന്ന് കുളിക്കാൻ ഇറങ്ങി. അല്ല, എന്നും കുളിക്കും, ഇന്നും കുളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അവൾ വൃത്തിയാക്കാൻ കണ്ട് റൂമിൽ കയറിയപ്പോൾ ഈ സാരി കണ്ടുപിടിച്ചളിയ. ഇത് ഏത് കാമുകിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാന്നും പറഞ്ഞിട്ട് പുറഞ്ഞ അടിച്ചളിയ. എന്നിട്ട് അവൾ റൂമും വീടും എല്ലാം പൂട്ടിക്കൊണ്ട് പുറത്തു കളിയ. എനിക്കാണെങ്കിൽ മാറിയിടാൻ ഡ്രസ്സില്ല, തുണിയില്ല. എൻ്റെ തുണി മണിയൊക്കെ അകത്തിരിക്കുക. അവൾ പൂട്ടിക്കൊണ്ട് പോയളിയ. എൻ്റെ പുറഞ്ഞ അടിച്ച് പരുവാക്കി എളിയ. ഈ എനിക്ക് കിഴിയിടണം അളിയ. വിശന്നിട്ട് വയ്യച്ചേ കഞ്ഞി ഇങ്ങനെ കൊണ്ടുത്തടാ. പിന്നെ നീ ശരിക്കും രക്ഷപ്പെട്ടളിയ, നീ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ശരിക്കും പെട്ടളിയ.